ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നിലവിൽ ഇരിക്കുന്ന ഒരുപാട് സംശയ ദൂരീകരണങ്ങൾ നടത്തുന്നതിനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോട് നമുക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനനായ ഡെന്നിസ് ജോയ് സർ, ഞാൻ കുമളി എന്ന സ്ഥലത്ത് നിന്ന് എഴുതുന്നു. 12 വർഷമായി ഇവിടെ വീട് പണിത് താമസിക്കുന്നു. എനിക്ക് 2 കുട്ടികളാണ്. മൂത്ത മകൻ വിദേശത്താണ്. ഇളയ മകൾ പഠിത്തം കഴിഞ്ഞ് ജോലിക്കായി ശ്രമിക്കുന്നു. 2 പേർക്കും വിവാഹം ആലോചിച്ചിട്ട് ഒന്നും ശരിയാകുന്നില്ല. അതുപോലെ മകൾക്ക് ഒരു ജോലി കിട്ടുന്നുമില്ല. പലരും പ്രശ്നം വയ്ക്കുമ്പോൾ വീടിൻ്റെ ദോഷമാണെന്ന് പറയുന്നു. വിശദാംശങ്ങൾ ഇതിനോടൊപ്പമുണ്ട്. സാറിൻ്റെ മറുപടി വളരെയധികം വിലപ്പെട്ടതാണ് എന്ന് ലീലാമണി. ഈ ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പല എപ്പിസോഡിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വീടെടുക്കുമ്പം നമ്മൾ അതിനു വേണ്ടി സ്ഥലം കാണാൻ പോകുമ്പോൾ ആ സ്ഥലം ഒന്നുകിൽ ഒരു ചതുരമോ അല്ലെങ്കിൽ സമചതുരമോ ആയിരിക്കണം. എപ്പോഴും ഒരു 4 മൂലകൾ മാത്രമേ ഒരു വസ്തുവിന് നമുക്ക് പാടുള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ള മൂലകൾ വരികയാണെങ്കിൽ അത് നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പം തന്നെ അത് സ്ക്വയർ ആക്കുകയോ അല്ലെങ്കിൽ ചതുരമോ സമചതുരമോ ആക്കി തിരിച്ച ശേഷം മാത്രമേ നമ്മൾ അതിനകത്ത് വീട് പണിയാൻ പാടുള്ളൂ. അപ്പം ഈ ഒരു പ്ലാൻ എടുക്കുമ്പം ഈ ഒരു സ്ഥലം ശരിക്കും ഒരു T ഷേപ്പിലുള്ള ഒരു പ്ലോട്ടായിട്ടാണ് വരുന്നത്. അപ്പം ഈ T ഷേപ്പിലുള്ള ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ 2 കോർണർ, കയറി വരുന്ന വഴിയുടെ 2 കോർണറുകൾ അതിനകത്ത് മിസ്സിംഗ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒന്ന് ദാമ്പത്യത്തിൻ്റെ ഭാഗവും ഒന്ന് വിവാഹത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഇവർ കല്യാണം നടക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് വിവാഹത്തിൻ്റെ കോർണർ മിസ്സിങ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിനകത്ത് കല്യാണം നടക്കാനുള്ള കാലതാമസങ്ങൾ നേരിടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരുടെ മക്കളുടെ ജാതകം എടുക്കുന്ന സമയത്ത് അതിനകത്ത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും വല്ല ദോഷങ്ങളോ വല്ല ഉള്ള ജാതകമാണെങ്കിൽ ചിലപ്പോൾ കല്യാണം വീണ്ടും ഡിലേ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ദാമ്പത്യത്തിൻ്റെ ഭാഗത്ത് കോർണർ മിസ്സിങ്ങോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് ഒന്നിച്ച് ചിലപ്പോൾ ഇതിൻ്റെ താമസിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചിലപ്പം ഈ പറഞ്ഞ പോലെ ഫാമിലി പ്രോബ്ലംസ് തുടങ്ങാം, ചിലപ്പോൾ എന്തെങ്കിലും ഡൈവേഴ്സ് പോലത്തെ വിഷയങ്ങൾ തുടങ്ങാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ചിലപ്പോൾ വിദേശത്തായിരിക്കാം, ഭാര്യ ചിലപ്പോൾ നാട്ടിലായിരിക്കാം. അപ്പോഴും ഒന്നിച്ചുള്ള ഒരു ലൈഫ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാകും. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ വിവാഹത്തിൻ്റെ ഭാഗം ഇതിനകത്ത് മിസ്സിംഗ് കോർണറായിട്ട് വന്നുകൊണ്ട്, കാരണം എത്ര ആലോചിച്ചാലും ഇവർക്ക് പറ്റുന്ന ഒരാലോചന വരാനുള്ള സാധ്യത കുറവാണ്. അപ്പം ഇവർക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് വെച്ചാൽ ഇതിൻ്റെ T വരുന്ന ഷേപ്പിലാണ്, അതായത് ആ എംബ്ലം വരുന്ന ഭാഗത്താണ് ഇപ്പോൾ ഓൾറെഡി വീട് നിൽക്കുന്നത്. ആ വാല് വരുന്ന പോർഷൻ ഇവർ ഭൂമിക്കടിയിൽ കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൂട്ടി തിരിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും വീട് നിൽക്കുന്ന ഭാഗം ഒരു സ്ക്വയറോ ഒരു ചതുരോ സമയതരായി മാറിക്കിട്ടും. അപ്പോൾ അതുമായിട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അതുപോലെ ഈ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം, നമ്മൾ എപ്പോഴും ഒരു വീടെടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു വീടിന് ചുറ്റും നമുക്ക് നടക്കാനുള്ള സ്പേസ് വേണമെന്ന് പറയാറുണ്ട്. അപ്പം ഒരു വീട് അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലം എടുത്തു കഴിയുമ്പം അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇത്ര വിടണം, അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് ഇത്ര വിടണം, കിഴക്ക് ഭാഗത്ത് ഇത്ര വിടണം. അത് ആ പ്ലോട്ടിൻ്റെ അളവനുസരിച്ചാണ് നമ്മളൊരു വാസ്തു വിദഗ്ധർ അത് കണക്ക് കൂട്ടി തരുന്നത്. അപ്പം ഇവർ വീട് ചെയ്തപ്പോൾ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഭിത്തി കൊടുക്കാതെ മതിലയിലോട്ട് ചേർത്താണ് ചെയ്തിരിക്കുന്നത്. കാരണം ചില അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തുകൂടി നമുക്ക് നടക്കാൻ ഒട്ടും സ്പേസ് ഇല്ലാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ അതുപോലെ ഇതിൻ്റെ കന്നി മൂലയിലായിട്ടാണ് ഇതിനകത്ത് ശരിക്കും അടുക്കള വരുന്നത്. കാരണം വെച്ചാൽ കന്നി മൂലയിലായിട്ട് അടുക്കള വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അസുഖങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ദുരിതം വിട്ടു മാറില്ല എന്ന് പറയും. അപ്പം ഇനി ഇവരൊരു ആൾട്ടർനേഷൻ ചെയ്യുമ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിച്ചൺ ഒന്നുകിൽ ഇവർ തെക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ കിഴക്കുടക്ക് ഭാഗത്തേക്ക് ഇവർ മാറ്റി സ്ഥാപിക്കുക. ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേണമെങ്കിൽ ഇവർക്ക് സ്ഥാപിക്കാൻ പറ്റും. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ കന്നി മൂലയിൽ തീ കത്തിച്ച് ആഹാരം പാചകം ചെയ്യാൻ പാടില്ല. അതുപോലെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രോബ്ലംസ് ഉള്ള ഭൂമിയായിട്ട് കാണുന്നുണ്ട്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ഇവർ ചെയ്യിപ്പിക്കണം. അതുപോലെ വീടിൻ്റെ കിഴക്ക് വടക്ക് പോർഷൻ ഇതിനകത്ത് കോർണർ മിസ്സിംഗ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം സ്ത്രീകൾക്കൊക്കെ ചിലപ്പോൾ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് ഒരു ഭൂമിക്കടി കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് വിസ്കോർ ചെയ്തെടുക്കണം. അതുപോലെ ഇപ്പം ഇവരുടെ ഈ വീടെടുക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം മതിലിലോട്ട് ചേർന്നാണ് നിൽക്കുന്നത്. നമുക്ക് ഒരു വിധത്തിലും നമുക്ക് ഈ സാധനം സോൾവ് ചെയ്ത് പരിഹരിക്കാനായിട്ട് ഇത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ ഫെങ് ഷൂയ് പ്രകാരം ഇവരുടെ എല്ലാ മുറികളും പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് ഇവരെ എനർജൈസ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വിവാഹത്തിൻ്റെ ഭാഗം ഇവർക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും. അപ്പം വീടിൻ്റെ അകത്തോടെ ഒരു പോസിറ്റീവ് എനർജി ഇതിനകത്ത് ഉണ്ടാകുന്ന വഴി കുറേ ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ വീടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റളവ് തെറ്റാണ്. അപ്പോൾ ഒരു കോൽ കൂടി ഇതിനകത്ത് കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് മാറും. ഇനി എന്തെങ്കിലും ഇവർ ആൾട്രേഷൻ ചെയ്യുമ്പോൾ അത് ചെയ്താൽ മതി. പക്ഷേ അത്യാവശ്യമായിട്ട് ഇവർ ഈ
ടീ പോലത്തെ ആ ഒരു പോർഷൻ കെട്ടി സ്ക്വയർ ചെയ്തെടുക്കണം. അതുപോലെ മുറിയുടെ ചുറ്റളവും തെറ്റാണ്. അതുപോലെ ഇത് ശരിക്കും നമുക്ക് വീട് എനർജൈസ് ചെയ്യുമ്പം അതിൻ്റെ പരിഹാരമായിട്ട് ഇതിനകത്ത് പഞ്ചഭൂതങ്ങളൊക്കെ വെച്ചിട്ട് ഈ മുറി നമുക്ക് എനർജൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അല്ലാതെ നമുക്കിനി വീടിൻ്റെ മുറിയുടെ അളവൊന്നും പെട്ടെന്ന് ഇവർ കൂട്ടിയെടുക്കേണ്ട കാര്യങ്ങളില്ല. അത് ഫെങ്ഷുയി പ്രകാരം നമ്മൾ പഞ്ചഭൂതങ്ങളെ വെച്ച് അറേഞ്ച് ചെയ്യുമ്പോൾ ഇവർക്ക് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ദോഷങ്ങളൊക്കെ ഒരു 60-70% മാറി കിട്ടും. മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വീടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊന്നും വീടുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നില്ല. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും മോശം സമയങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പം ജോലിക്ക് തടസ്സം നേരിടുന്നതാവാം. അല്ലാതെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീടിനില്ല. വീടിന് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. അത് ഇത് ചെയ്യുന്നതുവഴി പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ പ്രശ്നപരിഹാരമായിട്ട് പഞ്ചഭൂതങ്ങളെ വെച്ച് എനർജൈസ് ചെയ്യുന്ന കാര്യം പറയാറുണ്ട്. എല്ലാത്തരം പ്രശ്നങ്ങൾക്കും ഇത് പഞ്ചഭൂതങ്ങളെ വെച്ച് എനർജൈസ് ചെയ്ത് പരിഹാരമാകാൻ സാധിക്കുമോ? ഓരോ ആൾക്കാർക്കും ഓരോ തലയിലെഴുത്തുണ്ട്. ഇന്നത് അനുഭവിച്ചേ പോരൂ, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങളൊന്നും നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരാൾ ജനിക്കും, അയാളുടെ ജാതകത്തിൽ ചിലപ്പോൾ ആ ഒരു മനുഷ്യന് ഡെയിലി 100 രൂപ മാത്രമേ ഇൻകം കിട്ടൂ എന്ന് തലയിൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ചെയ്താലും ആ 100 രൂപയ്ക്ക് അപ്പുറത്തോട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. 2, ആ 100 രൂപ കിട്ടേണ്ട സ്ഥാനത്ത് അയാൾക്ക് ഒരു 70 രൂപ മാത്രമേ എല്ലാ ഡെയിലി കിട്ടുന്നുള്ളെങ്കിൽ അത് എന്താണ് വിഷയം നോക്കി, അല്ലെങ്കിൽ എന്നെ പോലുള്ള വാസ്തു ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു 100 രൂപ വരെ ആക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ അതിന് അപ്പുറത്തോട്ടൊക്കെ ചെയ്യണമെങ്കിൽ ദൈവം നമ്മളെ വിചാരിച്ചെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഒരിക്കലും നമുക്ക് തലയെഴുത്തെന്ന് പറയുന്ന സാധനം നമുക്ക് മാറ്റാൻ പറ്റില്ല. ചില ആൾക്കാരുടെ ജാതകത്തിൽ ഇന്നതൊക്കെ അനുഭവിക്കണം എന്നുള്ളൊരു വിധിയുണ്ട്. അതൊരിക്കലും വാസ്തുവിലൊന്നും നമുക്കത് പൂർണ്ണമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ ദൈവം നമ്മളെ തന്നെ വിചാരിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. നമുക്ക് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ ആണ് എങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളോ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളോ ഒക്കെ നമുക്ക് എപ്പോഴും പരിഹാരങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. വീണ്ടും അതൊരിക്കലും തിരിച്ചു വരികയുമില്ല. അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുകയും ചെയ്യും. പ്ലോട്ട് എടുത്താലും വീടെടുത്താലും വാസ്തു പുരുഷൻ കിടക്കുന്ന എന്നൊരു സങ്കല്പമുണ്ട്. അതിലേതെങ്കിലും പോർഷനിൽ എന്തെങ്കിലും രീതിയിലുള്ള അപാകതകൾ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ആ ഭാഗത്തിൻ്റെ ദോഷം എന്താണോ അത് അവർക്ക് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ വിഭാഗത്തിൻ്റെ ഭാഗത്ത് കംപ്ലൈൻ്റ് ഉണ്ട്. അതിന് വേണ്ടുന്ന പരിഹാരമായിട്ട് അത് കെട്ടിത്തിരിച്ചു കഴിയുമ്പോൾ ആ വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പാക്കുക. ഒപ്പം ഞങ്ങൾക്കും എഴുതുക. വാസ്തു ജ്യോതിഷപരമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ വിടവാങ്ങുന്നു. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ. അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.